പോയതാ, ഞങ്ങളൊക്കെ പറഞ്ഞയച്ചതാ. ഓരോ രംഗത്തും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ മുമ്പ് ബഷീർ സാഹിബ് പൊന്നാനി മത്സരിച്ചു പോയി കള്ളാണ്ടായി ഇവരന്ന് പോയി. അന്ന് 313 വാഹനം ഇദ്ദേഹം അന്ന് തന്നെ ഖത്തറിൽ കടന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, വലിയ വാഹനത്തോടു കൂടി 313 ഉള്ള ആളുകളെ കൊണ്ടുപോയി പൊന്നാനിയിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അത് അന്ന് പൊട്ടി. അന്ന് 85,000 വോട്ടിന് ഹുസൈൻ രണ്ടത്താണി തോറ്റപ്പോ അത് കഴിഞ്ഞു. ഇപ്പൊ ഇത് ഉറപ്പിച്ച് നിർത്തി അങ്ങ് പോയി. 5 വണ്ടി നേരെ പറഞ്ഞു സലാത്ത് നഗറിൽ എല്ലാ രജിസ്ട്രേഷൻ ചെയ്തു. 313 വണ്ടി, പ്രത്യേകമായി ഒരു ഫ്ളാഗ്, പ്രത്യേകമായി സംസ്കാരം എല്ലാം റെഡിയാക്കിയിരുന്നു. കാരണം അവർക്ക് അത്ര ഉറപ്പായിരുന്നു മണ്ണാർക്കാടാവും. പക്ഷേ വിധി അവിടെ അതും ആ രീതിയിലേക്ക് അങ്ങ് വന്നു കിട്ടി. ഇപ്പോ ഞങ്ങളെ ഗവൺമെന്റ്, ഞങ്ങളെ മുഖ്യമന്ത്രി എന്നൊക്കെ പറയാൻ തുടങ്ങിയാണ്. മുമ്പ് TK ഹംസനെയും ഇതുപോലെ തന്നെയാ പറഞ്ഞിരുന്നത്. നമ്മുടെ MP അല്ലേ എന്ന് പറഞ്ഞ് മർക്കസിലൊക്കെ കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞു ഹാസ ഖൗമുൻ ജാഹിലൂൻ എന്ന് TK ഹംസ തന്നെ പറഞ്ഞു നിങ്ങളെ കുറിച്ച്. മനസ്സിലായി അദ്ദേഹത്തിന്. അദ്ദേഹം ഇപ്പൊ ശക്തമായി പറയും. അവസാനിപ്പിക്കുകയാണ് ഞാൻ ഒറ്റ കാര്യം. എന്നോട് ഇപ്പൊ എന്നെ കുറിച്ച് ഇപ്പം നേരെ അക്കരെ കായലത്തും അതുപോലെ പല സ്ഥലങ്ങളിലും മാങ്കടവുണ്ടായി, പല സ്ഥലങ്ങളിലും വഹാബ് സഖാഫിയൊക്കെ ഇങ്ങനെ ക്ലിപ്പിട. എനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് വല്ലാത്ത വെറുപ്പ് അവർക്ക്. അതാണ് ഈ രീതിയില് ഞങ്ങൾ ചളാരി സംസ്ഥയുടെ ആളായതുകൊണ്ട്, ലീഗൽ സെല്ലിന്റെ ആളായതുകൊണ്ടൊക്കെയാണ്. അതല്ലെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെയുള്ള ഈ മുടിക്കുട്ടികള് ഏതെങ്കിലും ഉണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചോ, എഴുതി വെച്ചോ. ജീവിതകാലം, ശിഷ്ടജീവിതം എത്ര കാലമുണ്ടെങ്കിലും നിന്റെയൊക്കെ പടിവാതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നതിനേക്കാൾ എനിക്ക് അഭിമാനവും അന്തസ്സും തോന്നുന്നത് ഏതെങ്കിലും ഒരു സമസ്ത ഓഫീസിലോ മുസ്ലിം ലീഗ് ഓഫീസിലോ പ്യൂണിന്റെ പണിയെടുക്കുന്നതാണ്. നിന്റെയൊന്നും കാലിലേക്ക് വരില്ല ശിഷ്ടജീവിതം മുഴുവൻ ഈ ബുദ്ധിയുള്ള കാലഘട്ടത്തോളം. അങ്ങനെ തോന്നണ്ട. ഈ തെരഞ്ഞെടുപ്പിലും ലീഗിനോടും പറഞ്ഞു, ചില ആളുകളെ അങ്ങോട്ട് വിളിപ്പിച്ചു. എല്ലാവരെയും മറ്റ് ഇടതുപക്ഷത്തിന്റെ കുറെ ആളുകളെ സഫായി കൊണ്ടുപോയി. അവർ ആ രീതിയിൽ തന്നെ ഉണ്ട്. VK മുഹമ്മദ് കോയ പറഞ്ഞല്ലോ, ഞങ്ങളെ വിളിക്കാൻ കാണാൻ പറഞ്ഞു, ഞങ്ങൾ വന്നു ചാനലിൽ പറഞ്ഞല്ലോ. അതുപോലെ ലീഗിനെയും വിളിച്ചു. മഹാനായ തങ്ങൾ പറഞ്ഞു ഒരു കുട്ടി പോലും മർക്കസിലേക്ക് കയറരുത്. ഞങ്ങളെ മുസ്ലിം ലീഗിന്റെ 24 മെമ്പർമാരും ഒരു സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് കയറിയില്ല. അങ്ങനെയും ആഗ്രഹിച്ചു. ഇനി കയറുകയുമില്ല. ഞങ്ങള് ആ ഒരു തീരുമാനമൊക്കെയാണ് ഇനി എടുക്കുന്നത്. ഇനി നിങ്ങൾ അങ്ങ് ലീഗിനോട് ഒട്ടാൻ വരണ്ട, ലീഗിന് നിങ്ങളെ സഹായവും വേണ്ട. ആ രീതിയിൽ സഹായിച്ചതാണ്. ഈ പഞ്ചായത്തിൽ പോലും, മണ്ണാർക്കാട് പോട്ടെ, ഈ പഞ്ചായത്തിൽ പോലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്, സൈനബയാണ് ഞങ്ങൾ വോട്ട് ചെയ്യില്ല. അഹമ്മദ് സാഹിബിനോട് നേരെ കത്തെഴുതി കൊടുത്തു, ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്. നേരെ തിരിച്ചാ വോട്ട് ചെയ്തത്. ഈ പഞ്ചായത്തിൽ നിങ്ങൾ പരസ്യമായി ഇറങ്ങിയിട്ടും ഈ ആക്കോട് ബൂത്തിലടക്കം ശക്തമായി ഞങ്ങൾ ലീഡ് ചെയ്തു. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് വോട്ടായി ഈ പഞ്ചായത്തിൽ നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കാലഘട്ടത്തെക്കാൾ നിങ്ങൾ എതിരായി എല്ലാ കഴിവും കോഴിമുട്ടയും ഒക്കെ ചെലവഴിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഇനിയും അള്ളാഹുവിനെ ഓർത്ത് ഞങ്ങൾ എതിരിൽ ഇറങ്ങണം. എന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇത്ര കൂടുതൽ വർക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഞങ്ങൾ എതിരിൽ അങ്ങ് ഇറങ്ങി തന്നാൽ മതി എന്നൊരൊറ്റ അപേക്ഷയേ ഉള്ളൂ. അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു കൂട്ടായ്മ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഇത് ഇനിയും ഇതിങ്ങനെ വരും. ഇപ്പൊ നേരത്തെ നമ്മളെ അരുത് അലി പറഞ്ഞു ആക്കോട്ടങ്കാടിയിലില്ല. കൊണ്ടോട്ടി മണ്ഡലത്തിലുണ്ടോ, മലപ്പുറം ജില്ലയിലുണ്ടാവുമോ ഇനി ഇതുപോലെ ഇങ്ങനെ സംഘടിക്കാനുള്ള സ്ഥലമുണ്ടാവില്ല നമുക്ക്. നമ്മൾ ഒന്നായാൽ ഈ അസത്യത്തിന്റെ പ്രവാചകന്മാരെ മണ്ണിട്ട് മൂടി അവസാനത്തെ മീസാൻ കല്ല് പോലും കുത്തിയിട്ട് ഇനി ഞങ്ങൾ അടങ്ങും. അതിന് മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയും സമസ്തയും ഒന്നായി നിൽക്കാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിനുള്ള പ്രവർത്തനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസ തന്നുകൊണ്ട് മഹല്ല് ഭാരവാഹികൾ വളരെ സജീവമായി, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കായുണ്ട്, അതുപോലെ തന്നെ അബ്ദുള്ള മാസ്റ്ററുണ്ട്, ഹംസംഷാറുണ്ട്, അങ്ങനെ എല്ലാവരും അവരൊക്കെ ഈ സംഘടിപ്പിച്ചതിൽ അവരെ പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.